ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തു നാസിയാത്ത് 79-ാമത്തെ അധ്യായം. 46 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സൂറത്തു നബയിലെ പോലെ തന്നെ ഇതിനകത്തും തുടക്കത്തിൽ കുറേ പ്രാസമൊപ്പിക്കുന്ന വാക്കുകൾ ചേർത്ത് ഒരു പടുപാട്ട് പാടിയിട്ടുണ്ട്. പ്രാസമൊപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ള പദങ്ങൾക്ക് എന്താണ് അർത്ഥം എന്ന് ലോകത്താർക്കും പിടികിട്ടിയിട്ടില്ല. അർത്ഥം എന്താണ് എന്ന് പ്രവാചകൻ പോലും വിശദീകരിച്ചു കൊടുത്തിട്ടുമില്ല. കാരണം പ്രവാചകന് തന്നെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല. പ്രാസം ഒപ്പിക്കുക, അതിനുവേണ്ടി കുറേ വാക്കുകൾ, അതും അറബി ഭാഷയിൽ ഇല്ലാത്ത വാക്കുകൾ വരെ ഒട്ടിച്ചിട്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അള്ളാഹുവിന് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പെറുക്കി കൂട്ടുക എന്നുള്ളതാണ് പ്രാസമൊപ്പിക്കാൻ മുഹമ്മദ് കണ്ടെത്തിയ ഒരു സൂത്രം. ആ സൂത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. സത്യം ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ നരകത്തെക്കുറിച്ചൊക്കെയുള്ള കുറേ വിവരണങ്ങൾ, അതിനകത്തും അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ച് ഒരു പടുപാട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ പാട്ടിങ്ങനെ പാടുമ്പോൾ നമുക്ക് എന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നിപ്പോവും. പക്ഷേ അർത്ഥവും ആശയവും വട്ടപൂജ്യമാണ്. ഇതിലെ ആദ്യത്തെ കുറേ വാക്യങ്ങൾ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉയർത്തിപ്പിടിക്കുന്ന സാധനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് തന്നെ ഈ ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞിട്ടുള്ള ഒരാൾക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്ന കോമഡി നമുക്ക് ഇതിൽ കാണാം. എന്തായാലും ഞാൻ ഈ വാക്യങ്ങൾ വായിച്ച് തുടങ്ങാം. സൂറത്തു നാസിയാത്ത്. വന്നാസിയാത്തി അർഖൻ വന്നാഷിതാത്തി നഷ്തൻ വസ്സാബിഹാത്തി സബ്ഹൻ ഫസ്സാബിഖാത്തി സബ്ഖൻ ഫൽമുദബ്ബിറാത്തി അംറൻ. ഇതാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ. ഇവിടെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു അതിൻ്റെ പേരിൽ സത്യം ചെയ്യുകയാണ്. എന്താണ് ഈ സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു പെറുക്കി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. വന്നാസിയാത്തി അർഖ, മുഴുകിപ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ്, ഉള്ളിൽ കയറ്റിയിട്ട് ഊരിയെടുക്കുന്നത് തന്നെയാണ്. വന്നാഷിഖാത്തി നഷ്ത, വേഗത്തിൽ അഴിച്ചുവിടുന്നവ തന്നെയാണ്. വസ്വാബിഹാത്തി സബ്ഹ, ഒരു ശക്തമായ ഒഴുക്ക് ഒഴുകി വരുന്നവ തന്നെയാണ്. വസ്വാബിഖാത്തി സബ്ഖ, എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ്. ഫൽ മുദബ്ബിറാത്തി അംറ, എന്നിട്ട് കൽപ്പന ചിട്ടപ്പെടുത്തുന്നവ തന്നെയാണ്. എന്താ സാധനം എന്ന് ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ചിലപ്പോൾ നിങ്ങളിതൊക്കെ കൂടെ കേട്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിരിക്കുന്ന സാധനം എന്തോ ആ സാധനം ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ അർത്ഥമായിട്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നബി തന്നെ ഒരു വിശദീകരണവും നൽകിയതായിട്ട് ഒരു ഹദീസും ഇല്ല എന്ന് മൗദൂദി തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നബി ഒന്നും വിശദീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇന്നത് നാട്ടുകാർ ഇതിനൊക്കെ വിശദീകരിച്ച് അർത്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടുകാരുണ്ടാക്കിയ അർത്ഥം എന്തൊക്കെയാണ് എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഞാൻ വൈകുന്നേരമോളം പറഞ്ഞാലും തീരാത്ത അത്ര അർത്ഥങ്ങൾ നാട്ടുകാരുണ്ടാക്കിയിട്ടുണ്ട് ഇതിന് വ്യാഖ്യാനിച്ച്. എന്താണിത്? വന്നാസിയാത്തി അർഖ, ഉള്ളിൽ പ്രവേശിച്ച ശേഷം ഊരിയെടുക്കുന്നത്. വന്നാഷിതാത്തി നഷ്ക, വേഗത്തിൽ അഴിച്ചു വിടുന്നവ തന്നെ. വസാബിഹാത്തി സബ്ഹ, ഒരു ശക്തിയായ ഒഴുക്ക് ഒഴുകി വരുന്നത് തന്നെ. ഫസാബിഖാത്തി സബ്ഖ, എന്നിട്ട് മുമ്പോട്ട് കുതിച്ചു പോകുന്നവ തന്നെ. ഫൽ മുബദ്ദിറാത്തി അംറ, എന്നിട്ട് കൽപ്പന ചിട്ടപ്പെടുത്തുന്നവ തന്നെ. ഇതെന്തൊക്കെയാണ് എന്നതിന് ഖുർആൻ്റെ തഫ്സീറുകളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതിൻ്റെ ലിസ്റ്റ് ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ വിശദീകരണത്തിലുണ്ട്. അതനുസരിച്ച് ഇത് മലക്കുകളെ ഉദ്ദേശിച്ചാണ് ഇതിൽ ചില വാക്യങ്ങൾ എന്നാണ് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ചിലർ പറയുന്നത് ഇത് യുദ്ധത്തിന് പങ്കെടുക്കുന്ന കുതിരകളെക്കുറിച്ചാണെന്നാണ്. വേറെ ചിലർ പറയുന്നത് ഇത് തുളച്ചു വരുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ, നമ്മളെ ചെയ്ത്താൻ അറിയുന്ന ഉൽക്ക, അതാണ് സംഭവം എന്ന് പറയും. വേറെ ചിലർ പറയുന്നത് ഇത് സൂര്യനും ചന്ദ്രനും പോലെയുള്ള ആകാശഗോളങ്ങളെയാണെന്ന്. വേറെ ചിലർ പറയുന്നത് ഇത് ആകാശത്ത് കാണുന്ന ചില പ്രത്യേക നക്ഷത്രങ്ങളെയാണ്, ഒറ്റയ്ക്ക് കാണുന്ന ചില നക്ഷത്രങ്ങളെയാണെന്ന്, നമ്മളെ സിറിയസ് പോലുള്ള. വേറെ ചിലർ പറയുന്നത് ഇത് യുദ്ധത്തിന് കടലിലിറക്കുന്ന കപ്പലാണെന്ന്. വേറെ ചിലർ പറയുന്നത് പട്ടാളക്കാരുടെ ജനറൽമാരാണ്. വേറെ ചിലർ പറയുന്നത് ഇത് കുതിരയെ കെട്ടിപ്പിടിക്കുന്ന കടിഞ്ഞാണുണ്ടല്ലോ, ആ കയറ്, അതാണെന്ന്. വേറെ ചിലർ പറയുന്നത് ഇത് കുത്തിയിട്ട് ഊരിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുന്തമാണെന്ന്, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കുന്തം. വേറെ ചിലർ പറയുന്നത് രാത്രിയും പകലുമാണെന്ന്.
വേറെ ചിലർ പറയുന്നത് ഇത് മനുഷ്യൻ്റെ ആത്മാക്കളാണെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ, ഒന്ന് മലക്കുകളാണ്, വേറൊന്ന് മനുഷ്യൻ്റെ ആത്മാക്കളാണ് എന്നാണ്. അതിനൊക്കെ ഒരുപാട് ന്യായങ്ങളും വിശദീകരണങ്ങളും പറഞ്ഞിട്ടാണ് ഓരോരുത്തരും അതിനുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഒപ്പിക്കുന്നത്. എന്തായാലും അള്ളാഹു എന്ത് പറഞ്ഞിട്ടാണ് സത്യം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അള്ളാഹു അത് വിശദീകരിച്ചിട്ടില്ല, നബി അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, നാട്ടുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായി തോന്നിയതൊക്കെ പറയാൻ സൗകര്യത്തിനാണ് ഞാനിത് പറയുന്നത് എന്ന മട്ടിലാണ് അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഈ സാധനങ്ങൾ. ഇതിനകത്തുള്ള വേറൊരു അയുക്തികത എന്ന് പറയുന്നത്, ഇത് ഇങ്ങനെ സത്യം ചെയ്തിട്ട് പിന്നെ അള്ളാഹു പറയാൻ പോകുന്നത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയൊക്കെ കാര്യമാണ്, പരലോകത്തെ ശിക്ഷയുടെ ഒക്കെ കാര്യമാണ്. അപ്പോൾ ഈ നരകം, സ്വർഗം, പരലോകം, അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വഹി, ഇതൊക്കെ ഗൈബായ കാര്യങ്ങളാണ്. ഗൈബ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് നേരിട്ട് പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കാനാണ് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുമ്പോൾ, സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു പൊക്കിക്കാട്ടുന്ന സാധനങ്ങൾ മുഴുവൻ അദൃശ്യ സാധനങ്ങളാണ്, ഗൈബ് തന്നെയാണ്. അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു അസംബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കാം. പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, അള്ളാഹു ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും പിടുത്തം കിട്ടാത്ത കാര്യങ്ങളായതുകൊണ്ട് അത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഓരോ സാധനങ്ങൾ പൊക്കിയിട്ട് അള്ളാഹു സാക്ഷ്യം പറയുകയാണ്, അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്യുകയാണ്. അങ്ങനെ സത്യം ചെയ്യാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന് നിരത്തിയിട്ടുള്ള സാധനം എന്താണ് എന്ന് ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. കുത്തിക്കയറ്റിയിട്ട് ഊരിയെടുക്കുന്നത്, കുത്തിയൊലിച്ച് വെള്ളം ഒഴുകി വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടാൽ നമുക്ക് ചിരി വരുന്നതും മറ്റു പലർക്കും പലതും തോന്നുന്നതുമായിട്ടുള്ള അശ്ലീലം വരെ തോന്നാനിടയുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് മലക്കുകളെ കുറിച്ചാണെന്നും മലക്കുകൾ മനുഷ്യൻ്റെ റൂഹ് പിടിച്ചു വലിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും മനുഷ്യൻ്റെ ആത്മാക്കൾ തള്ളിത്തിരക്കി അങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുകയാണ്. ഈ പറയുന്ന എന്ത് സാധനമായാലും അതൊക്കെ അള്ളാഹു നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഗൈബായ കാര്യങ്ങളാണ്, അദൃശ്യ കാര്യങ്ങളാണ്. അദൃശ്യ കാര്യങ്ങൾ ഉണ്ട്, അത് നിങ്ങൾ വിശ്വസിച്ചോളൂ എന്ന് പറയാൻ വേണ്ടി നമ്മളുടെ മുമ്പിൽ വന്നിട്ട് അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി പൊക്കിക്കാണിക്കുന്നതും അതേ അദൃശ്യ കാര്യങ്ങൾ തന്നെയാണ് എന്നത് വല്ലാത്തൊരു കോമഡിയാണ്. അതിനൊക്കെ നമ്മുടെ മൗദൂദിയൊക്കെ ഉരുണ്ട് മറിയുന്ന രസകരമായ കാഴ്ച അദ്ദേഹത്തിൻ്റെ തഫ്സീറിലൊക്കെ നോക്കിയാൽ കാണാം. ഇനി ഇങ്ങനെയൊക്കെ സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഇത് എന്ത് കുന്തമാണ്, എന്ത് കഴുതയാണ്, എന്ത് കുതിരയാണ്, എന്ത് നക്ഷത്രമാണ്, എന്ത് ആത്മാവാണ്, കയറാണോ, രാത്രിയും പകലുമാണോ, ഉൽക്കയാണോ, ഇതൊന്നും മനസ്സിലാവാതെ ഓരോരുത്തരും വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പൊക്കിപ്പിടിച്ചാണ് അള്ളാഹു സത്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്ന് അടുത്ത വാക്യം മുതൽ നമുക്ക് നോക്കാം. യൗമ തർജൂഫുർ റാജിഫ, കിടിലം കൊള്ളുന്ന ദിവസം. യൗമ തർജൂഫുർ റാജിഫ, പ്രകമ്പനം കൊള്ളുന്ന അല്ലെങ്കിൽ കിടിലം കൊള്ളുന്ന ഒരു ദിവസം എന്നാണ് അവിടെ പറഞ്ഞത്. തത്തുബഅുഹറാദിഫ, പിന്നാലെ വരുന്നത് അതിനെ പിന്നാലെ വരുന്നതാണ്. അതാണ് രണ്ടാമത്തെ വാക്യം. ഒന്ന് കിടിലം കൊള്ളുന്നതാണ്, പിന്നാലെ വരുന്നതാണ്. അടുത്തത് ഖുലൂബു യൗമ ഇദിൻ വാജിഫ, അന്നേ ദിവസം നിങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറക്കുന്നതായിരിക്കും. അബ്സാറുഹ ഖാശിയ, അവയുടെ കണ്ണുകൾ താഴ്ന്നവയുമായിരിക്കും. അവയുടെ, ഹൃദയങ്ങൾ പറഞ്ഞിട്ടാണ് അവയുടെ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയങ്ങളുടെ കണ്ണുകളാണ് താഴ്ന്നതാവുക. എന്തായാലും ഗ്രാമറൊന്നും നമ്മൾ നോക്കണ്ട, അള്ളാൻ്റെ ഭാഷയിലെ ഗ്രാമർ നോക്കാൻ പോയാൽ നമുക്ക് വേറൊന്നിനും നേരം കിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? അവിടെയും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് അള്ളാഹു കിടിലം കൊള്ളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് ലോകാവസാന ദിവസം അള്ളാൻ്റെ സിൽബന്തികൾ കാഹളം ഊതുമല്ലോ, ആ ഊതുന്നതാണ് ഇവിടെ പറയുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ. അതിൽ ആദ്യം പറഞ്ഞത് ആദ്യത്തെ ഊത്താണെന്നും പിന്നാലെ വരുന്നത് പറഞ്ഞത് രണ്ടാമത്തെ ഊത്താണെന്നും ഈ രണ്ട് ഊത്തും തമ്മിൽ 40 കൊല്ലത്തെ വ്യത്യാസമുണ്ടെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കോമഡികൾ പറയുന്നുണ്ട്. ഒരു ഊത്തിൽ ഒന്നായിട്ട് തകർന്ന് തരിപ്പണാകും, രണ്ടാമത്തെ ഊത്തിൽ ഇതെല്ലാം പരന്ന് നിരപ്പായിട്ട് ഖബറിൽ നിന്ന് എല്ലാവരും എണീറ്റ് വരും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
അന്നത്തെ ദിവസം ചിലരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ അവിശ്വാസികളായ ആൾക്കാരാണ് പേടിച്ച് വിറയ്ക്കുക, അവരുടെ കണ്ണുകളാണ് താഴുക. അല്ലാത്ത വിശ്വാസികൾക്ക് അന്ന് പേടിയൊന്നും ഉണ്ടാവില്ല, അവരെ കണ്ണന്ന് നല്ലോണം തിളങ്ങിക്കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ മഹിമ പറയുകയും അവിശ്വാസികൾക്ക് അതിഭീകരമായ ശിക്ഷ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയുമൊക്കെയാണ് ഇവിടെ അള്ളാഹു ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് അള്ളാഹു ഈ ഉള്ളിക്ക് തിരികിയിട്ട് ഊരിയെടുക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്ത് പറയുന്നത്. സാധനം എന്താണെന്ന് പറയാതെ സത്യം ചെയ്യുന്നത്. എന്നിട്ട് നാട്ടുകാർ പോയിട്ട് കുതിരയാണ്, കഴുതയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചുണ്ടാക്കുക. അപ്പോൾ സംഭവം എന്താണ്? സംഭവം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അതേ കാര്യം തന്നെയാണ്. ഇവിടെ കുറേ വാക്കുകൾ എവിടുന്നൊക്കെയോ പെറുക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നാസിഹാത്തി അർഖ, നാഷിതാത്തി നഷ്ഖ, സാബിഹാത്തി സബ്ഹ, സാബിഖാത്തി സബ്ഖ, മുബദ്ദിറാത്തി അമറ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ നല്ല ഇമ്പമുണ്ട്. എന്തോ ഒരു പാട്ടാണ് എന്തായാലും. പക്ഷേ ഇതൊരു പടുപാട്ടാണ്. പടുപാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം കൊണ്ട് ഒരു ഈണമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രാസം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പാടിയിരിക്കുകയാണ് വായി തോന്നിയത്. പക്ഷേ ആശയം എന്താണ്, അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം. ഒരർത്ഥവുമില്ല, ഒരാശയവുമില്ല. ആശയവും അർത്ഥമൊക്കെ ഉണ്ടാക്കേണ്ട ചുമതല നാട്ടുകാർക്കാണ്. പഠിച്ചവനങ്ങോട്ട് പറഞ്ഞിട്ടാണ് പോയാൽ മതി, പാടിയിട്ടാണ് പോയാൽ മതി. അർത്ഥം ഉണ്ടാക്കണ ചുമതല പിന്നെ പാവം വ്യാഖ്യാതാക്കൾക്കാണ്, നാട്ടുകാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതാണ് ഖുർആൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ഇന്നലെ ചർച്ച ചെയ്ത അതേ കാര്യം തന്നെയാണ്. വെറുതെ ഞാനെന്തോ വലിയൊരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയ എന്തോ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അതിലൂടെ മക്കാരെ തൻ്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് കണ്ടുപിടിച്ച ഒരു സൂത്രമാണിത്. അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു ഇങ്ങനെ ഓരോന്ന് പെറുക്കി കൂട്ടിയിട്ട് സത്യം ചെയ്യുക. അപ്പോൾ ആ പെറുക്കി കൂട്ടുന്ന സാധനങ്ങൾ ഇതുപോലെ പ്രാസമുള്ള വാക്കുകളായിട്ട് കൊണ്ടുവന്ന് ചേർക്കുക, എന്നിട്ട് ഇതൊരു പാട്ടായിട്ട് പാടുക. ഇതാണ് ഖുർആനിൽ ആദ്യകാലത്ത് മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സൂത്രപ്പണി. അത് അവസാന കാലത്ത് പോകാൻ നേരത്തും അതേ പണിയെടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞ സാധനങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ട് പോവുകയാണ്. ഇതിന് ഞാനീ പറഞ്ഞ ഒരുപാട് അർത്ഥങ്ങൾ വിവിധ മുഫസ്സിറുകൾ നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ തന്നെ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇത് കൂടാതെ നമ്മുടെ അമാനി മൗലവി തന്നെ അതിൻ്റെ ഒരു സൂചന പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, മൗദൂദിയുടെ തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമാനി മൗലവി എഴുതിയ ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഈ 5 സത്യവചനങ്ങളിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകളാണ് എന്ന നിലക്കാണ് നാം മുകളിൽ വിവരിച്ചത്. എന്നാൽ ഇവിടെ വേറെയും അഭിപ്രായങ്ങൾ ഇല്ലാതില്ല. 5 അല്ലെങ്കിൽ ആദ്യത്തെ 4 നക്ഷത്രങ്ങളെ ഉദ്ദേശിച്ചാണെന്നും യുദ്ധക്കുതിരകളെക്കുറിച്ചാണെന്നും വ്യാഖ്യാതാക്കളിൽ അഭിപ്രായക്കാരുണ്ട്. ഓരോന്നിനും അതിനനുസരിച്ച് വ്യാഖ്യാനങ്ങളും കാണാം. ഒന്നിലധികം സന്ദർഭങ്ങളിൽ മുമ്പ് നാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ അള്ളാഹു ഉപയോഗിച്ച വാക്കുകളുടെ അർത്ഥവ്യാപ്തിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന അഭിപ്രായങ്ങൾ തന്നെയാണവ എന്നു സമ്മതിക്കാം. പക്ഷേ സഹാബികളിൽ നിന്നും മുൻഗാമികളായ മഹാന്മാരിൽ നിന്നും ഭൂരിപക്ഷം ആളുകളും സ്വീകരിച്ചു വന്നിട്ടുള്ളത് നാം ഒന്നാമത് വിവരിച്ച അതേ അഭിപ്രായമാകുന്നു. ആദ്യത്തെ 4 വചനങ്ങളിൽ ഉദ്ദേശിക്കപ്പെട്ടത് മലക്കുകളല്ലെന്ന് വെച്ചാൽ പോലും 5-ാം വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകൾ തന്നെയാണെന്ന കാര്യത്തിൽ വ്യാഖ്യാതാക്കളെല്ലാം യോജിച്ചവരാണെന്ന് ഇമാം റാസി, ഇബ്നു കസീർ മുതലായവർ വ്യക്തമാക്കിയിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. അപ്പോൾ ഇവിടെ 2 അർത്ഥങ്ങളെ വേറെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇബ്നു അബ്ബാസ് അതിന് ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ച എല്ലാ അർത്ഥങ്ങളും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സത്യം ചെയ്യലും ലോകാവസാനത്തിൻ്റെ ഊത്തും പറഞ്ഞതിന് ശേഷം ഇനി 10-ാമത്തെ വാക്യം 10. അവർ പറയുന്നു, നിശ്ചയമായും നാം കുഴിയിൽ വെച്ച് മടക്കപ്പെടുന്നവരാണോ? 11. നാം ജീർണിച്ച് എല്ലുകളായി തീർന്നിട്ടാണോ? 12. അവർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരവത്രേ അത്. ഇതൊക്കെ ഒരുപാട് വട്ടം ഈ മക്കയിൽ മുഹമ്മദ് ആവർത്തിച്ചു കൊണ്ടിരുന്ന പയ്യാരങ്ങളാണ്. ഓരിങ്ങനെ പറയണു, എല്ലും കൂലുമായാൽ പിന്നെ രണ്ടാമത് ജനിക്കോ പുനർജീവിപ്പിക്കോ എന്നൊക്കെ അവരതാ പറയണു. പിന്നല്ലാതെ അള്ളാഹുവിന് അതിനൊക്കെ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പയ്യാരം പറച്ചിൽ ഒരുപാട് വട്ടം ആവർത്തിച്ചതാണ്. അത് തന്നെയാണ് പിന്നെ ഇവിടെ ആവർത്തിക്കുന്നത്. പുതുതായിട്ടൊന്നും പറയാനില്ല. 13. എന്നാൽ അത് ഒരേ ഒരു ഘോര ശബ്ദം മാത്രമായിരിക്കും. 14. അപ്പോഴേക്ക് അവരതാ ഭൂമുഖത്തായിരിക്കും. അപ്പോൾ ഖബറിൽ കിടക്കുന്ന മരിച്ചുപോയവരൊക്കെ കൂടെ ഒരൊറ്റ ഊത്തുണ്ട് കേൾക്കുമ്പോൾ ഒരു ഘോര ശബ്ദത്തോടു കൂടി എല്ലാവരും അവർ ഖബറിൽ നിന്ന് എണീറ്റ് വരും എന്നാണ്. ഭൂമിയുടെ
പരന്ന മുഖത്തായിരിക്കും എന്നൊക്കെയാണ് അർത്ഥം. ഭൂമിയൊക്കെ ആകെ പരത്തി വെച്ചിട്ടുണ്ടാവും ആ സമയമാകുമ്പോഴേക്ക്. ഈ മലകളും കുന്നുകളൊക്കെ നിരത്തി ഒറ്റ നിരപ്പ് മൈതാനമാക്കിയിട്ട് ആ മൈതാനത്താണ് എല്ലാവരെയും കൂടെ വിചാരണക്കായിട്ട് ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ ഒരു കാഹളം കെട്ട് ഊതുമ്പോൾ കബറിന്ന് എല്ലാവരും എണീറ്റിട്ട് പേടിച്ച് വിറച്ചിട്ട് ഈ മൈതാനത്ത് വന്ന് നിരക്കും. അങ്ങനെയാണ് അവിടെ പിന്നെ പരിപാടി തുടങ്ങുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വാക്യങ്ങളിൽ ഭാഷാപരമായിട്ടുള്ള യാതൊരു പ്രാസവും ഇല്ല. നേരത്തെ പടുപാട്ടിനുണ്ടായിരുന്ന അക്ഷരപ്രാസവും ഈണമൊന്നുമില്ല. പിന്നെ അങ്ങ് പഴയ കാര്യങ്ങൾ പഴങ്കഥകൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. 15 നിനക്ക് മൂസായുടെ വർത്തമാനം വന്നിരിക്കുന്നുവോ? അതായത് തൂവ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ച സന്ദർഭം. നീ ഫിർഔൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ അതിരു കവിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമുണ്ടോ? നിന്റെ റബ്ബിങ്കലേക്ക് ഞാൻ നിനക്ക് മാർഗദർശനം നൽകുകയും അങ്ങനെ നീ ഭയപ്പെടുകയും ചെയ്യുന്നതിന്. 20 അങ്ങനെ അദ്ദേഹം അവന് വമ്പിച്ച ദൃഷ്ടാന്തം കാട്ടിക്കൊടുത്തു. എന്നാൽ അവൻ വ്യാജമാക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. പിന്നീട് അവൻ പരിശ്രമം നടത്തിക്കൊണ്ട് പിന്നോട്ട് പോയി. അങ്ങനെ അവൻ ശേഖരിച്ചു, എന്നിട്ട് വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബാകുന്നു. 25 അപ്പോൾ അള്ളാഹു അവനെ പരലോകത്തിൻ്റെയും ആദ്യലോകത്തിൻ്റെയും ശിക്ഷാ നടപടിയായി പിടിച്ചു. നിശ്ചയമായും ഭയപ്പെടുന്നവർക്കതിൽ ഒരു വലിയ ചിന്താപാഠമുണ്ട്. പേടിക്കുന്നവരെ പിന്നെയും പേടിപ്പിക്കുകയാണ് അള്ളാഹു. മൂസാ നബിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഫിർഔനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കഥയൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. അപ്പോൾ സത്യം ചെയ്യൽ കഴിഞ്ഞ് ലോകാവസാനത്തിൻ്റെ ഭീകരത പറഞ്ഞ് മൂസക്കഥ പറഞ്ഞ് അങ്ങനെ പഴങ്കഥയും കറിഞ്ഞിട്ട് ഇനി ദൃഷ്ടാന്തം പറച്ചിൽ തുടങ്ങുകയാണ്. 27 നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ, അതല്ല ആകാശമോ? അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ മേൽഭാഗം അവൻ ഉയർത്തി, അങ്ങനെ അതിനെ അവൻ ശരിപ്പെടുത്തി. അള്ളാഹുവിന് ദൃഷ്ടാന്തം പറയാൻ കൂടെയുള്ള 2 സാധനമാണ്, ഒന്ന് ആകാശവും ഒന്ന് ഭൂമി. ആകാശം പൊന്തിച്ചു, ഭൂമി പരത്തി. ഈ 2 കാര്യങ്ങളാണ് അള്ളാഹു വലിയ ആനക്കാര്യമായിട്ട് സദാ നേരവും മനുഷ്യരോട് ദൃഷ്ടാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവൻ, അതല്ല ആകാശമോ? അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളുണ്ടാക്കാൻ അള്ളാഹുവിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും വലിയ ആകാശം പൊന്തിച്ച് വെച്ച ആളല്ലേ അള്ളാഹു എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതിൻ്റെ മേൽഭാഗത്തെ അവൻ ഉയർത്തി. അതിൻ്റെ മേൽക്കൂരയുടെ മേൽഭാഗം എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ മേൽക്കൂരയാകുന്ന ആകാശത്തിൻ്റെ മേൽഭാഗത്തെ ഉയർത്തി, അങ്ങനെ അത് കുറ്റമറ്റ രീതിയിൽ അവിടെ ശരിപ്പെടുത്തി വെച്ചു എന്നാണ്. 29 അതിലെ രാത്രിയെ അവൻ ഇരുട്ടിയതാക്കുകയും അതിലെ വെളിച്ചം അവൻ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ആകാശത്തിൽ രാത്രിയെ ഇരുട്ടുള്ളതും പകലിനെ വെളിച്ചമുള്ളതും ആക്കി എന്നാണ്. ഇവിടെ രാത്രിയിലേക്ക് അള്ളാഹു ഇരുട്ട് കൊണ്ടെന്ന് നിറച്ചു എന്നും പകലിലേക്ക് വെളിച്ചം കൊണ്ടെന്ന് നിറച്ചു എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇരുട്ടുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ രാത്രി എന്ന് പറയുന്നത്, വെളിച്ചമുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ പകലെന്ന് പറയുന്നത്. അത് നേരെ ഉൾട്ടയായിട്ട് അവതരിപ്പിക്കുകയാണ്. അള്ളാഹു രാത്രിയും പകലുമൊക്കെ പ്രത്യേക എൻറ്റിറ്റികളാണ് എന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ആ രാത്രിക്ക് ഇരുട്ട് മൂപ്പര് കൊണ്ടേ സപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ പകൽ പറയുന്ന ഒരു എൻറ്റിറ്റി അവിടെ ഉണ്ട്. മൂപ്പര് എന്നിട്ട് ആ പകലിൽ കുറച്ച് വെളിച്ചം കൊണ്ട് വെച്ചിരിക്കുന്നു. പകലിൽ മൂപ്പര് സൂര്യനെ വെളിവാക്കി തന്നുകയും ചെയ്തു. അങ്ങനെയും പറയുന്നുണ്ട്. പകൽ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സൂര്യനെ പകൽ കൊണ്ടുവന്ന് വെച്ചു എന്നാണ്. രാത്രി കൊണ്ടുവന്ന് വെച്ചാൽ കാണൂലല്ലോ അതിന്. അപ്പോൾ പകലിലേക്ക് സൂര്യൻ വന്നതാണ്, അല്ലാതെ സൂര്യൻ വന്നപ്പോൾ പകലുണ്ടായതല്ല. രാത്രിയിലേക്ക് ഇരുട്ട് വന്നതാണ്, അല്ലാതെ ഇരുട്ടുണ്ടായപ്പോൾ രാത്രി ആയതല്ല. അള്ളാഹുവിന് അത്രയൊക്കെ വിവരമുള്ളൂ. കാരണം അള്ളാഹു സ്കൂളിൽ പോയിട്ടില്ല എന്ന് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വൽ അർള ബഅദ ദാലിക ദഹാഹാ അതിനുശേഷം അവൻ ഭൂമിയെ പരത്തുകയും ചെയ്തു. ഇവിടെ ഈ പരത്തിയ ദഹാഹയാണ് പണ്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് എം അക്ബറും കൂട്ടരൊക്കെ കുറേ കാലം കൊണ്ടുനടന്നിരുന്നത്. ഒട്ടകമുട്ടയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടന്നിരുന്നത്. ഇപ്പോൾ അതൊക്കെ മതിയാക്കിയിരിക്കുന്നു. കാരണം എത്ര ഉരുട്ടിയാലും ഉരുളൂല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പരത്തിയിരിക്കുകയാണ് ഭൂമിനെ. അതും ആകാശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്, പിന്നെയാണ് ഭൂമിയെ പരത്തിയത്. ഇവിടെ ചില സ്ഥലത്തൊക്കെ പറയുന്നത് ഭൂമി പരത്തി കഴിഞ്ഞിട്ടാണ് ആകാശം പൊന്തിച്ചത് എന്നാണ്. ഇവിടെ പറയുന്നത് ആകാശം പൊന്തിച്ച് ശരിയാക്കിയതിന് ശേഷം ബഅദ ദാലിക അതിനു ശേഷം എന്ന് പറഞ്ഞതിനെ നമ്മളെ മൗദൂദിയൊക്കെ ഇത് കഴിഞ്ഞിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല, അതിന് പുറമേ അതും ചെയ്തു എന്ന് മാത്രമാണ് അവിടെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുന്നത് വേറെ കോമഡിയാണ്. കാരണം അങ്ങനെ അല്ലെങ്കിൽ
ഖുർആനിൽ വൈരുദ്ധ്യം വരും. ഒരു സ്ഥലത്ത് ആകാശം ആദ്യം ഉണ്ടാക്കി പിന്നെ ഭൂമി എന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് ഭൂമി ഉണ്ടാക്കിയിട്ട് പിന്നെ ആകാശം എന്ന് പറയുമ്പോൾ പരസ്പര വിരുദ്ധമാകും. ആ വൈരുദ്ധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനുശേഷം എന്നല്ല ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. ബഅദ ദാലിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിനും പുറമെ അതും കൂടെ ചെയ്തു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളുന്നുണ്ട്. 31 അതിൽ നിന്ന് അതിലെ ജലവും അതിലെ മേച്ചിൽ സ്ഥലവും അവൻ പുറപ്പെടുവിച്ചു. ഏതിൽ നിന്ന്? ഈ പരന്ന ഭൂമിയിൽ നിന്നാണോ അതോ ഞാൻ ആദ്യം പറഞ്ഞ ആകാശത്തിൽ നിന്നാണോ ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് പലരും ഇത് ഭൂമിയിലെ വെള്ളത്തെക്കുറിച്ചാണ് എന്ന് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യത്തിൻ്റെ കുറിച്ചായിരിക്കണം എന്നില്ല ഈ വാക്യം. അതിൻ്റെ മുകളിൽ പറഞ്ഞതിനെക്കുറിച്ചോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ആവാം. അങ്ങനെയൊക്കെയാണ് ഖുർആനിലെ വാക്യങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് ജലവും അതിൻ്റെ മേച്ചിൽ സ്ഥലവും പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വെള്ളം എന്നാവാം, അല്ലെങ്കിൽ ആകാശത്തു നിന്ന് വെള്ളം എന്നാവാം. 32 മലകളെയും ആണിയിട്ടുറപ്പിച്ചു. വൽ ജിബാല അർസാഹ. അള്ളാഹു ഈ ഭൂമി പരത്തി വെച്ചിട്ട് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആണി കുറ്റിയടിച്ചിട്ടുണ്ട്. അതും ചെയ്തു. 33 നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. അള്ളാഹു ആകാശം പൊന്തിച്ചു വെച്ചതും ഭൂമി പരത്തി വെച്ചതും ഭൂമി ഇളകാതിരിക്കാൻ ആണി തറച്ചതും ഒക്കെ എന്തിനാണ്? നമുക്കും നമ്മളെ കന്നുകാലികൾക്കും തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. 34 എന്നാൽ അടക്കി ജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വന്നാൽ, അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ചോർമ്മിക്കുന്ന ദിവസം. പിന്നെയും മറ്റേ ഭീകര ദിവസം പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ്. കത്തിജ്വലിക്കുന്ന നരകം കാണാവുന്നവർക്ക് വേണ്ടി വെളിക്കു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം. 37 എന്നാൽ അപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ. 38 ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ അവന് കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതം. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഇവിടെ ഈ 38-ാം വാക്യത്തിൽ പറയുന്നത്. ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാം, അത് പാടില്ല. നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടി ജനിച്ചവരല്ല, നമ്മൾ മരിക്കാനും മരണാനന്തരം ജീവിക്കാനും വേണ്ടി ജനിച്ചവരാണ്. അതുകൊണ്ട് ഇഹലോക ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതല്ല, ഇവിടെ നമുക്ക് വേറെ ചില കാര്യങ്ങൾക്കുള്ളതാണ്. ആ കാര്യങ്ങൾ എന്താണ് എന്നാണ് ഈ കിതാബിലുടനീളം പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് മദീനയിലെ ആയത്തുകൾ ഇറങ്ങുന്നതോടുകൂടി എന്താണ് ഇവിടെ ജീവിക്കുന്നവർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. 39 കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതസ്ഥാനം. 40 അപ്പോൾ യാതൊരുവൻ തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ അവന് സ്വർഗം തന്നെയാണ് സങ്കേതസ്ഥാനം. അപ്പോൾ റബ്ബിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിലുള്ള ഇച്ഛകളെ, നമ്മുടെ വികാര വിചാരങ്ങളെയൊക്കെ വിലക്കി നിർത്തുകയും ചെയ്താൽ നമുക്ക് സ്വർഗം കിട്ടും. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വികാര വിചാരങ്ങളൊക്കെ അടക്കി റബ്ബിൻ്റെ കാര്യം മാത്രം ആലോചിച്ച് റബ്ബ് പറഞ്ഞതൊക്കെ അനുസരിച്ച് നമ്മൾ ഇഹലോകത്തെ ജീവിതം മാറ്റിവെച്ചാൽ പരലോകത്ത് നമുക്ക് സ്വർഗം കിട്ടും. ഇതാണ്. 42 അന്ത്യഘട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഏതവസരത്തിലാണ് അതിൻ്റെ സ്ഥാപനം എന്ന്. ഇത് മക്കക്കാർ സ്ഥിരമായിട്ട് മുഹമ്മദിനോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. മക്കക്കാർ ചോദിക്കാൻ കാരണം മുഹമ്മദ് അവരോട് അടുത്തുണ്ടാവും, ഇപ്പം ഉണ്ടാവും, നാളെ ഉണ്ടാവും എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നായപ്പോഴാണ് ഉണ്ടാവുക? അതൊന്ന് കാണട്ടെ, നാളെ ഉണ്ടാവുമോ മറ്റന്നാളുണ്ടാവുമോ, അതുണ്ടാവുമ്പോൾ ഞങ്ങളോട് വിവരം പറയും, ഞങ്ങളെ തലയിൽ കൂടെ ഒന്ന് വരട്ടെ എന്നാലും ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ അവർ പഞ്ഞിക്കിട്ടുകൊണ്ടേയിരുന്നു. ആ പഞ്ഞിക്കിടലിന് ഇടക്കിടക്ക് അള്ളാഹു ഇങ്ങനെ നാണം കെട്ട മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാം. ചോദിക്കുന്നത് മുഹമ്മദിനോടാണ്, പക്ഷേ ഉത്തരം പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹു പറയുന്ന ഉത്തരമാകട്ടെ മുഹമ്മദിൻ്റെ നിസ്സഹായതയെക്കുറിച്ചുമാണ്. അള്ളാഹു എന്തിനാണ് മുഹമ്മദിന് ഉത്തരം പറയാൻ കഴിയാത്തതിൽ ഇങ്ങനെ നിസ്സഹായത അവരോട് പറയേണ്ട കാര്യം? അത് മുഹമ്മദ് പറഞ്ഞാൽ പോരെ? അള്ളാഹു ഇതെല്ലാം അറിയുന്ന ആളല്ലേ, എല്ലാം അറിയുന്ന ആളാണ് ഇതിന് ഉത്തരം പറയാൻ നേരിട്ട് വരുന്നത് എങ്കിൽ അവർ ചോദിച്ചതിനുള്ള ഉത്തരമല്ലേ അള്ളാഹു കൊടുക്കേണ്ടത്? എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്? 43 അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീയുള്ളത്, നിനക്കതിനെപ്പറ്റി ഒന്നറിഞ്ഞുകൂടല്ലോ എന്ന് ബ്രാക്കറ്റിൽ. അപ്പോൾ എന്നോട് അവർ ചോദിച്ചിട്ട് എന്താ കാര്യം, നിനക്കൊന്നും അറിഞ്ഞുകൂടല്ലോ എന്ന് ആരാണ് പറയുന്നത്? സകല കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് പറയുന്നത്. മുഹമ്മദിനോട് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ്? മുഹമ്മദ് പറഞ്ഞു എനിക്ക് അള്ളാഹുവാണ് വിവരങ്ങളൊക്കെ അറിയിച്ചു തരുന്നത് കൊണ്ടോ, അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ ഉത്തരം പറയും എന്ന് മുഹമ്മദ് അവിടെ അവകാശപ്പെട്ടത് കൊണ്ടാണ്. എന്നാൽ പിന്നെ
എപ്പോഴാണ് ഇതുണ്ടാവുക എന്നൊന്ന് പറഞ്ഞുകൊണ്ടാ എന്ന് മുഹമ്മദിനോട് ചോദിച്ചത്. അവർക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അവർ അള്ളാഹുവിനോട് ചോദിച്ച കഥ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്നാൽ എൻ്റെ അടുത്ത് ശിക്ഷ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറക്ക്, ഇവൻ പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങളെ തലയിൽ കൂടെ ആകാശം പൊട്ടിങ്ങിട്ട് വീഴ്ത്ത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിനും ഇതേ ഞഞ്ഞാപിഞ്ഞ മറുപടിയാണ് അള്ളാഹു കൊടുത്തത്. അള്ളാഹു മുഹമ്മദിൻ്റെ നിസ്സഹായത പറഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞാളാ എന്ന് പറഞ്ഞിട്ട് സ്വയം നാണം കെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിനക്ക് അതിനൊന്നും ഉത്തരം പറയാൻ കഴിയില്ലല്ലോ എന്ന് അള്ളാഹു പറയാണ്. അതെന്തിനാണ് അള്ളാഹു പറയുന്നത്? അള്ളാഹു ഉത്തരം പറയാൻ കഴിയുന്ന ആളല്ലേ. ആ അള്ളാഹുവിനോടല്ലേ മുഹമ്മദിലൂടെ മക്കാർ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹു ഉത്തരം പറയുകയാണെങ്കിൽ അള്ളാഹു ആ ചോദ്യത്തിൻ്റെ ഉത്തരമല്ലേ പറയേണ്ടത്. മുഹമ്മദിന് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാളാ എന്ന് അള്ളാഹു എന്തിനാണ് മുഹമ്മദിൻ്റെ തൊള്ള ഉപയോഗിച്ചിട്ട് പറയുന്നത്? എന്തൊരു നാണം കെട്ട അവസ്ഥയാണത് അള്ളാഹുവിന്. 44 നിൻ്റെ റബ്ബിങ്കലേക്കാണ് അതിൻ്റെ കലാശം. ഇപ്പം നിനക്കൊന്നും അറിയില്ല, അതൊക്കെ റബ്ബിൻ്റെ അടുത്താണ് അതിൻ്റെ കലാശം, റബ്ബിന് മാത്രമേ അതൊക്കെ അറിയുള്ളൂ എന്ന് അള്ളാഹു മുഹമ്മദിനോട് മുഹമ്മദിൻ്റെ നിസ്സഹായത പറഞ്ഞു കൊടുക്കുകയാണ് മക്കക്കാർ ചോദിച്ചതിന് ഉത്തരമായിട്ട്. 45 നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ. ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നേരിട്ട് മുന്നറിയിപ്പ് നൽകുകയല്ലല്ലോ ചെയ്തത്. മുഹമ്മദിൻ്റെ തൊള്ള അള്ളാഹ്ക്ക് വാടക കൊടുത്തിട്ട് അള്ളയല്ലേ ഈ മുന്നറിയിപ്പൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ആ അള്ളാഹിനോടല്ലേ മക്കാർ ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ നീ അതിനൊന്നും ഉത്തരം പറയേണ്ട, നിനക്കതൊന്നും അറിയില്ല, നീ വെറും ഒരു താക്കീതുകാരനും മുന്നറിയിപ്പുകാരനും മാത്രമാണ് എന്ന് ഇജ്ജങ്ങോട്ട് പറഞ്ഞാളാ എന്ന് അള്ളാഹു ഈ മുന്നറിയിപ്പുകാരൻ്റെ തൊള്ള വാടക എടുത്തുകൊണ്ട് പറയേണ്ട എന്ത് കാര്യമുള്ളത്? മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ ഇതൊക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെങ്കിൽ അള്ളാഹു ഇവിടെ നാണം കെട്ടുപോവുകയാണ്. മുഹമ്മദ് തന്നെയാണ് അള്ളാഹു എന്ന് ഈ വാക്യങ്ങൾ മക്കക്കാരുടെ മുമ്പിൽ സുവ്യക്തമായും തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മക്കക്കാർ മുഹമ്മദിനെ പുച്ഛിച്ച് തള്ളിയതും പരിഹസിച്ച് ഒഴിവാക്കിയതും. 46 അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്നമോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാഹ്നമോ അല്ലാതെ അവർ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്ന പോലെയായിരിക്കും. അത്രയ്ക്ക് ഭയങ്കരമായിരിക്കും. അവർ വളരെ കുറച്ച് കാലമേ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നൊക്കെ തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ആ അന്ത്യദിനത്തിൻ്റെ ഭീകരത പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയാണ്. ആരാണ് പേടിപ്പിക്കുന്നത്? അള്ളാഹു. ഈ അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിച്ചതിന് എന്താണ് ഉത്തരം? അതൊന്നും പറയാൻ എനിക്കറിയില്ല, ഈ വെറും താക്കീതുകാരനാണ് എന്നങ്ങോട്ട് പറഞ്ഞാളാ എന്ന്. ആരാ പറയുന്നത്? എല്ലാം അറിയുന്ന, എല്ലാം റെഡിയാക്കി വെച്ച സർവജ്ഞാനിയായ അള്ളാഹു. എങ്ങനെയാണ് പറയുന്നത്? ഈ ഒന്നും അറിയാത്ത മുഹമ്മദിൻ്റെ വായിലൂടെ. ഇതിലൊക്കെയുള്ള യുക്തിപരമായ വൈരുദ്ധ്യങ്ങളും വഷളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും ഏതൊരു കോമൺ സെൻസുള്ള മനുഷ്യനും അക്കാലത്തായാലും ഇക്കാലത്തായാലും കേട്ടാൽ മനസ്സിലാവില്ല. ഇന്ന് വിശ്വാസികൾക്ക് ഇത് മനസ്സിലാവാത്തതിന് കാരണം വിശ്വാസികൾ ജനിച്ചപ്പോൾ മുതൽ ഇതിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ, മാനസികമായ അടിമത്വം അവർക്ക് ഉണ്ടാക്കി തീർത്തുകൊണ്ടാണ്. പക്ഷേ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മക്കക്കാർ അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യങ്ങൾ അവിടെ നിലനിൽക്കെ തന്നെ അതിന് വിരുദ്ധമായിട്ട് വേറൊരു സാധനം കൊണ്ടുപോയിട്ട് അവരുടെ മേൽ വെച്ച് കെട്ടാൻ ശ്രമിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, അത് ബോധ്യപ്പെടേണ്ടതുണ്ട്, അതിന് കൃത്യമായ തെളിവ് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരം ചോദ്യങ്ങൾ മുഹമ്മദിനോട് ചോദിച്ചത്. അതിനുത്തരം പറയാൻ മുഹമ്മദ് ബാധ്യസ്ഥനാണ്. മുഹമ്മദിൻ്റെ അള്ളാഹുവും ബാധ്യസ്ഥനാണ്. അള്ളാഹു ആണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ മുഹമ്മദിൻ്റെ നിസ്സഹായത പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് ഒഴിഞ്ഞു മാറി, മുഹമ്മദിൻ്റെ അള്ളാഹു വെറും മിഥ്യയായിരുന്നു എന്ന് തന്നെയാണ് മക്കയിൽ കോമൺ സെൻസുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഇതൊക്കെ കേട്ടാൽ മനസ്സിലായിട്ടുണ്ടാവുക. അത് അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വം ഉഡായിപ്പാണ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത്. അങ്ങനെ തള്ളിക്കളഞ്ഞത് അവർക്കിത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്ന് മുഹമ്മദിനും കൂടെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മുഹമ്മദ് പോകാൻ നേരത്ത് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് നിങ്ങൾ കാത്തിരുന്നോളൂ ഞാൻ കാണിച്ചു തരാമെന്ന ഭീഷണി മുഴക്കിയിട്ട് മക്കയിൽ നിന്ന് തടിയെടുക്കുന്നത്. ഇതാണ് ഖുർആനിലെ ഈ വാക്യങ്ങളുടെയും ഈ സൂക്തങ്ങളുടെയും ഈ സൂറത്തുകളുടെയും ഒക്കെ ഒരാശയം എന്ന് പറയുന്നത്. ഇനി കുറച്ച് സൂറത്തുകൾ കൂടിയാണ് നമുക്ക് ഈ മക്കയിൽ അവസാനം മുഹമ്മദ് പറഞ്ഞതായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മദീനയിലെ കോമഡികളിലേക്ക് കടക്കാം. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.